നിന്റെ കൂടെയുള്ളവരിൽ ഇനിയും ചാകാൻ പോകുന്നതും നിന്റെ ശത്രുക്കൾ തന്നെ. അവരെല്ലാം നയവഞ്ചകന്മാരും ചതിയന്മാരും കാപട്യം നടിക്കുന്നവരുമാണ്. നീ അവരാൽ മരിച്ചവനാണ്. എന്നാൽ അവൾ നിനക്കായി ജീവിച്ചവൾ. സ്വാമിജി, എന്തൊക്കെ അങ്ങീ പറയുന്നേ? എന്റെ ശത്രുക്കൾ ആരൊക്കെയാ? ഞാൻ ആര് കാരണം മരിച്ചു? എന്തിനു മരിച്ചു? എന്താ ഇതൊക്കെ? അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ല, നീ കണ്ടുപിടിക്കേണ്ട സത്യം. ഞാനായിട്ട് തന്നെ നിനക്ക് ആ സത്യം പറഞ്ഞു തന്നാൽ ഈ ക്ഷണം തന്നെ നിന്റെ ജീവന് അപായമാണ്. ഇത്രയും നാൾ നിന്റെ കൂടെ നടന്ന് നിന്നെ രക്ഷിച്ച ആ മഹാശക്തിയെ നീ ദൂരേക്കാക്കിയല്ലേ? അതിൽ നിന്നുമുണ്ടാകുന്ന അപകടത്തെപ്പറ്റി അറിയാമോ നിനക്ക്? നീ അന്വേഷിക്കുന്ന ജനത്തെപ്പറ്റിയും പൂർവ്വജന്മത്തെപ്പറ്റിയും എല്ലാ ചോദ്യത്തിനും ഉത്തരമുണ്ട്. അത് എന്നിലില്ല. ആ സത്യം നിന്റെയും അവളുടെയും ഇടയിൽ ഇങ്ങനെ നൂലുപോലെ കിടക്കുകയാണ്. സ്വാമിജി, ഇതെല്ലാം എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ ഭാര്യയുടെയും നിന്റെയും ബന്ധം സുരക്ഷിതമാക്കണം. ഓഹോ, അവൾ എന്തെങ്കിലും ഒരു കഠിനമായ തീരുമാനം എടുക്കുന്നതിന് മുൻപേ അവളെ പോയി രക്ഷിക്കൂ. അവളുടെ പ്രണയം എന്തെന്നറിയാമോ? അവളുടെ ശക്തി എന്തെന്നറിയാമോ? ദൈവാംശ സംഭൂതയാണവൾ, ദേവകന്യകയാണവൾ. അവളുടെ ജീവിതം നിന്റെ ജീവിതത്തിന് വേണ്ടി കർപ്പൂരം പോലെ ഉരുകുന്ന മഹാത്യാഗിയാണവൾ. അദ്ദേഹം പറഞ്ഞ സത്യമായിരിക്കും. വൈരാഗ്യമായിരുന്നവളുടെ മനസ്സിലെങ്കിൽ, ചതിയായിരുന്നവളുടെ മനസ്സിലെങ്കിൽ, പാമ്പിന്റെ വിഷം അവളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും നാൾ ഞാൻ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. അവളെന്ന് ഒരുപാട് പ്രണയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രണയിച്ചുകൊണ്ടേയിരുന്നു. അച്ഛനും ത്രിവിക്രവും അവളെ ആക്രമിക്കാൻ ശ്രമിച്ചതുകൊണ്ട് അവൾ അവർക്കെതിരെ തിരിഞ്ഞു, അത്രേ ഉള്ളൂ. അവളെല്ലാം ത്യജിച്ചു വന്നു എനിക്ക് വേണ്ടിയാണോ? എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണോ? അതും എനിക്ക് വേണ്ടി മാത്രമാണോ? സ്നേഹിക്കാൻ വന്നവളെ കൊല്ലാൻ വന്നവളാണെന്ന് തെറ്റിദ്ധരിച്ചില്ലേ? അവൾ എന്തുമാത്രം വിഷമിച്ചു കാണും. പോകൂ, അവൾ എന്തെങ്കിലും അനാവശ്യ തീരുമാനം എടുക്കുന്നതിനു മുൻപേ അവിടെ പോയി രക്ഷിക്കൂ. ശിവാനി, 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 ശിവാനി. മഹാദേവ, ഗംഗാധര, നാഗലോകത്തിന്റെയും നാഗമാണിക്യത്തിന്റെയും മുന്നിൽ എന്റെ ജീവിതം ഒന്നുമല്ല. എന്റെ അസ്തിത്വത്തെക്കാൾ നാഗലോകത്തിന്റെ അസ്തിത്വമാണ് പ്രധാനം. ഞാൻ പ്രാണൻ വെടിയുന്നതിലൂടെ നാഗലോകത്തിന് നന്മ സംഭവിക്കുന്നതാണെങ്കിൽ ആ നന്മ ചെയ്യാനായി ഞാൻ എന്നും തയ്യാറാണ് പരമേശ്വര. എന്നോട് ക്ഷമിക്കണം മോനെ. എന്നോട് ക്ഷമിക്കണേ.
ശിവാനി, ശിവാനി നിൽക്ക്. ശിവാനി, ശിവാനി ഞാൻ പറയുന്നത് കേൾക്ക്, നിൽക്ക്. ഏയ് ശിവാനി, ശിവാനി, ശിവാനി നിൽക്ക്, നിൽക്ക്. ശിവാനി ഞാൻ പറയുന്നത് കേൾക്ക്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ശിവാനി നിൽക്ക്, അവിടെ തന്നെ നിൽക്ക്, അനങ്ങരുത്. ഞാൻ പറയുന്നത് കേൾക്ക് പ്ലീസ്. ഞാൻ പറഞ്ഞു പോയത് തെറ്റാണ്, എന്നോട് ക്ഷമിക്കുന്നേ. ഞാൻ ചെയ്ത 100,000 തെറ്റുകൾ നീ ക്ഷമിച്ചില്ലേ, അതിന്റെ കൂടെ ഈ തെറ്റുകൂടെ ക്ഷമിക്കുന്നേ ശിവാനി. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനൊന്നും ചെയ്യില്ല. എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നവളെ ശിക്ഷിക്കാൻ വന്നവളാണെന്ന് തെറ്റിദ്ധരിച്ചു ഞാൻ. ക്ഷമിക്ക് ശിവാനി, ഞാനൊരു പാപിയാണ്. നീ ആരാണെന്ന് മനസ്സിലാക്കാതെ, നിന്റെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാതെ നിന്നെ ഞാൻ അകറ്റി നിർത്തി. നീ ആരെയും വേദനിപ്പിച്ചവളല്ല. നിന്നെ ബുദ്ധിമുട്ടിപ്പിച്ചവരോട് നീ റിയാക്ട് ചെയ്തു, അത്രേ ഉള്ളൂ. എനിക്ക് വേണ്ടി നീ മറ്റൊരു ലോകത്ത് നിന്ന് എല്ലാം ത്യജിച്ചു വന്നിട്ടും എന്റെ ജീവിതത്തിൽ നിന്ന് പോവാനായിട്ട് എന്നോട് പറഞ്ഞില്ലേ? ഞാൻ ചെയ്തൊരു മഹാപാപ. ദൈവം എന്നോട് ക്ഷമിക്കില്ല. അമ്മയോട് ഇങ്ങനെ ഒരു ചതി ചെയ്തല്ലോന്ന് എന്റെ കുഞ്ഞും ഓർത്ത് എന്നോട് ക്ഷമിക്കില്ലായിരിക്കാം. എന്നാൽ നിനക്കെന്നോട് ക്ഷമിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ശിവാനി. എന്നോട് ക്ഷമിക്ക് ശിവാനി. ശിവാനി, നീ എന്നോട് ക്ഷമിക്കില്ലേ? എന്നോട് ക്ഷമിക്ക് ശിവാനി, ദയവേത് ക്ഷമിക്ക്. ഓം ജ്വാലമാലിനി തായേ, എന്താണ് നിന്റെ വാക്കിലെ മർമ്മം? എന്നെ ഇവിടേക്ക് വരുത്തിയവരുടെ സഹായം എനിക്ക് തന്നെ ആവശ്യമായി വന്നിരിക്കുന്നു. എന്നാൽ ഞാൻ അവരോട് സത്യം പറയാൻ പാടില്ല. പറയാതെ പൂജാവിധി കർമ്മങ്ങൾ ഒന്നും തന്നെ ചെയ്യുവാനും പറ്റില്ല. ഞാനിപ്പോ എന്താണ് തായേ ചെയ്യേണ്ടത്? പറയൂ. അതിലൊരുവനെ എന്റെ വശത്തേക്ക് ചേർത്തേ മതിയാകൂ. എന്റെ വിധേയനായി തീർക്കണം അവനെ. അവൻ എന്റെ വിശ്വസ്തനായി മാറിയിരിക്കണം. അവൻ എന്റെ ശിഷ്യത്വം സ്വീകരിച്ചതിന് ശേഷം മാത്രമേ അവനോട് സത്യം പറയുവാൻ സാധിക്കുകയുള്ളൂ. എന്റെ പൂജ മുന്നോട്ട് നയിക്കുവാനും സാധിക്കുകയുള്ളൂ. പക്ഷേ ആ 4 പേരിൽ നല്ലവനും വിശ്വസ്തനും കാപട്യമില്ലാത്തവനും ദുരാഗ്രഹിയും ആരായിരിക്കുമെന്ന് പറഞ്ഞു തരൂ. ഓം ജ്വാലമാലിനി തായേ, എന്റെ ശിഷ്യനാകേണ്ടത് ആരെന്ന് കൺമുന്നിൽ കാട്ടിത്തരൂ തായേ, കാട്ടിത്തരൂ. നീ എന്റെ പാപം കഴുകിക്കളയാമെന്ന ദേവകന്യകയാണെന്ന് സത്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു ശിവാനി. ഈ പാപങ്ങളൊക്കെ എങ്ങനെ കഴുകിക്കളയെന്ന് എനിക്കറിയില്ല. എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ല. നീ എനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. നീ എന്നോട് എന്തോ ഒരു സത്യം പറയാൻ പ്രയത്നിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അതുപോലെ മനസ്സിലായില്ല. എന്തുകൊണ്ടാ? ആ സ്വാമിജിയും നീ എന്റേതാണെന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്നോട്. ഞാനും നീയും തമ്മിൽ ഒന്നാവുന്നതിൽ എന്തോ ഒരു സത്യം ഉണ്ടെന്ന് പറയാറുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല ശിവാനി. ഞാനൊരു മണ്ടനാണ് ശിവാനി, ഒരു മണ്ടൻ. എനിക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അതൊന്നും തന്നെ മനസ്സിലാക്കാനായില്ല. ശിവാനി, ഞാൻ നിന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്റെ മനസ്സിൽ സ്ഥാനമില്ല, വീട്ടിൽ സ്ഥാനമില്ല. നീ എവിടെയും വരരുത്, എന്റെ ജീവിതത്തിൽ നിനക്കൊരു സ്ഥാനമില്ലെന്നൊക്കെ പറഞ്ഞ് അപമാനിച്ചു. ഞാൻ എത്രയൊക്കെ അപമാനിച്ചിട്ടും എന്നോടൊരു തരി ദേഷ്യം പോലും നിനക്കില്ലല്ലോ. അതെന്തുകൊണ്ടാ? സ്നേഹത്തിന് വേണ്ടി. നിന്റെ സ്നേഹത്തിന്. എന്റെ സങ്കടങ്ങൾക്കുള്ള മരുന്നാണ് നിന്റെ സ്നേഹം. എനിക്ക് വേദനയിൽ നിന്നുള്ള സാന്ത്വനമാണത്. ആ സ്നേഹത്തിന് വേണ്ടി ഞാൻ എന്ത് തന്നെ ചെയ്താലും അതൊന്നും അധികമാവില്ല തൃശൂർ.
എന്റെ ജീവൻ നിലനിൽക്കുന്നത് നിന്റെ സ്നേഹത്തിന് വേണ്ടിയാ. അതില്ലെങ്കിൽ പിന്നെ ഞാനേ ഇല്ല തൃശൂൽ. എനിക്കും അങ്ങനെ തന്നെയാ ശിവാനി. നിന്റെ പ്രണയം എന്റെ കൂടെ ഇല്ലെങ്കിൽ ഞാനൊന്നുമല്ല. ഞാൻ നിനക്കൊരു വാക്ക് തരാം ശിവാനി. നീ എന്റെ ഭാര്യയാണ്, എന്റെ പ്രണയം, എന്റെ സർവവുമാണ്. ഇനിയും ഒരിക്കലും നിന്റെ മനസ്സ് വിഷമിപ്പിക്കാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കില്ല. സംശയിക്കണ്ട ശിവാനി, ഞാൻ സത്യം പറയുന്നേ. ഞാൻ ചെയ്ത തെറ്റുകളും എല്ലാം മറന്നു കളഞ്ഞ് നീ എന്നോട് ക്ഷമിക്കില്ലേ ശിവാനി? വാ ശിവാനി, നമുക്ക് പോവാം. കാട്ടിത്തരൂ തായേ, കാട്ടിത്തരൂ. വിശ്വസ്തനാരെന്ന് കാട്ടിത്തരൂ. കാട്ടിത്തരൂ തായേ, കാട്ടിത്തരൂ. സ്വാമികളെ, സ്വാമികളെ, സ്വാമികളെ. എന്ത് സംഭവിച്ചു? നിന്റെ മുഖത്തെ ഭയം എന്തിനാ? ഒരു വഴി പറഞ്ഞു തരൂ ഗുരുക്കളെ. അതായത് നാഗറാണി എവിടെയെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരണം. അയ്യോ, ദൈവത്തിനാണതല്ല സ്വാമി. എനിക്ക് നാഗറാണിയും വേണ്ട, ആ നാഗമാണിക്കത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷം വേണ്ട ഗുരുവേ. ഇതൊന്ന് ചെയ്തു തന്നാൽ മതി. പിന്നെ ഒരു അടിമയെ പോലെ ഞാൻ ജീവിതകാലം മുഴുവൻ കഴിഞ്ഞോളാം ഗുരുവേ. നിന്റെ വാക്കുകൾ എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ നീ വിശ്വസ്തനാണോ അല്ലയോ എന്നുള്ളത് ഇനിയും മനസ്സിലായിട്ടില്ല. ഗുരുക്കളെ, ഗുരുക്കളെ, ഞാൻ എന്ത് വേണമെന്ന് പറ ഗുരുക്കളെ. എന്റെ പ്രാണം വരെ തരാൻ ഞാൻ തയ്യാറാണ് ഗുരുവേ. ജീവനിൽ ഭയമുള്ളവൻ ജീവൻ തരാമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മൂഢനെന്ന് കരുതിയോ ഞാൻ? അയ്യോ, എന്ത് പരീക്ഷണം വേണമല്ലോ അങ്ങേക്ക് നടത്താം സ്വാമികളെ. ജ്വാലമാലിനി തായേ, ഇവൻ എന്റെ വിശ്വസ്തനാണോ എന്ന് കാട്ടിത്തരൂ. ആഹൂതി, അഗ്നി ആഹൂതി. ഈ ക്ഷണം മുതൽ നീ എന്റെ ശിഷ്യനാണ്. വന്നോ നിങ്ങള്? ശിവാനി, ഏത് ബന്ധുവിനെ നിങ്ങൾ കണ്ടത് ഇത്രയേറെ സംസാരിക്കാൻ? ഈ ഫോണൊക്കെ വന്നതിന് ശേഷം അടുത്തുള്ളവരോട് സംസാരിക്കുന്നത് കുറച്ചിട്ട് ദൂരെയുള്ളവരോട് സംസാരിക്കുന്നതാ ശീലം. അങ്ങനെയുള്ളപ്പോ നീ പരിചയമുള്ളവരെ കിട്ടിയെന്ന് പറഞ്ഞ് ഇത്ര നേരം സംസാരിച്ചല്ലോ, വലിയ കാര്യം തന്നെ മോളെ. ഏട്ടത്തി, ഇത്ര നേരം ചേട്ടന് ഏട്ടത്തി ഇല്ലാത്തതിന്റെ ദേഷ്യമായിരുന്നു. ഇപ്പൊ നോക്കിയേ, ചേട്ടൻ തന്നെ ഏട്ടത്തിയെ സോപ്പിട്ട് കൊണ്ടുവന്നിരിക്കുന്നേ. അതും നോക്കിയേ, കൈ വിടാതെയാ കൊണ്ടുവന്നേ. എന്താടാ മോനെ, നിന്റെ ഭാര്യയെ തന്നെ നോക്കി നിൽക്കുകയാണോ? ഞങ്ങളെ ആരും നിന്റെ കണ്ണിൽ കാണുന്നില്ലേ? ശിവാനി, വാ.
ഇരിക്കെ. ശിവാനി, നീ ഇതൊക്കെ കഴിക്കാറുണ്ടോ? എന്തേ അങ്ങനെ ചോദിച്ചത്? അല്ല, നിങ്ങളുടെ ആഹാരങ്ങളൊക്കെ വേറെയല്ലേ? എന്റെ ഭർത്താവ് എന്താണോ കഴിക്കുന്നത് അത് ഞാൻ കഴിക്കും. വിളമ്പിക്ക്. എന്തൊരവസ്ഥയാണ് ഇത് ദൈവമേ. അല്ല, ഈ വീട്ടിലാണെങ്കിൽ അമ്മായി പോലെ ഒരാളുണ്ട്, എന്നിട്ട് നിങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് വന്ന് ചേച്ചേ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട് എന്ന ചിന്ത പോലും അവർക്ക് രണ്ടുപേർക്കും ഇല്ല. കാണിക്കണം കണ്ടില്ലേ? നിനക്ക് എന്തിനാടാ ഇത്ര അസൂയ? വേണമെങ്കിൽ പോയി നീയും നിന്റെ ഭാര്യയ്ക്ക് കുറച്ച് വാരി കൊടുക്കും. അവൾക്ക് വാരിക്കൊടുത്ത അവളൊന്നും കഴിക്കുന്നില്ല. അവസാനം ഞാൻ തന്നെ എല്ലാം കഴിക്കേണ്ടി വരും. എന്ത്? ചോറല്ല, അടിയാണ്. എന്തോ അവരുടെ ഈ സ്നേഹം കാണുമ്പോ മനസ്സിന് വല്ലാത്ത സന്തോഷം. പണ്ട് ഭാര്യ ഭർത്താവിന് പാല് കൊണ്ട് കൊടുക്കുമായിരുന്നു. ഇപ്പൊ കാലം മാറിപ്പോയെന്നേ. ഇപ്പൊ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കേണ്ട അവസ്ഥയായി. വാങ്ങ ശിവാനി, പ്ലീസ്. ഇനിയിപ്പോ ഈ കണ്ണുകൊണ്ട് എന്തൊക്കെ കാഴ്ചകൾ കാണേണ്ടി വരുമോ എന്തോ. അമ്മായി മതി നോക്കിയത്. അല്ല, ഇടയ്ക്കിടയ്ക്ക് ദൃഷ്ടിദോഷം വരും എന്നൊക്കെ പറയാറുണ്ടായിരുന്നല്ലോ. ഇപ്പൊ അമ്മായിയുടെ ദൃഷ്ടി തന്നെ പെടും. വാ പോവാ, നിങ്ങൾ നടക്ക്. നിനക്ക് വേണ്ടിയല്ലെങ്കിലും എന്റെ കുഞ്ഞിന് വേണ്ടി വാങ്ങിക്കേ. നാളെ അമാവാസിയാണ്. തേനീച്ചകൾ എല്ലാം വലിച്ചെടുത്തോണ്ട് പോകുന്നതായിരിക്കും. അതിനുശേഷം നിന്നെ അനാവരണം ചെയ്യും. തേനീച്ചകളെല്ലാം വലിച്ചെടുത്തുകൊണ്ട് പോയതിനു ശേഷം നിനക്ക് പഴയ രൂപത്തിലേക്ക് എത്തുവാൻ സാധിക്കും. നിന്നോട് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ചികിത്സ അവസാനിക്കുന്നതുവരെ കരാള രൂപം നിന്റെ ഓർമ്മയിലുണ്ടെങ്കിൽ അതേ രൂപം തന്നെയായിരിക്കും നിനക്ക് ലഭിക്കുക. സൂക്ഷിച്ചോളൂ. എനിക്ക് എങ്ങനെയെങ്കിലും ഈ ജീവസമാധിയിൽ നിന്ന് പുറത്തു വന്നേ പറ്റൂ. എനിക്ക് എന്റെ പഴയ രൂപം തിരിച്ചു വേണം. ലഭിക്കും, ലഭിക്കുക തന്നെ ചെയ്യും. എത്ര വലിയ തെറ്റാണ് ഞാൻ ചെയ്തത് ശിവാനി. എനിക്ക് വേണ്ടി, നമ്മുടെ പ്രണയത്തിന് വേണ്ടി നീ നിന്റെ ആളുകളെയും ലോകത്തെയും സുഹൃത്തുക്കളെയും എല്ലാം വിട്ടുവന്നു. എന്നാൽ അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ശിവാനി. ശിവാനി, നിനക്ക് എന്റെ മേൽ അത്രമാത്രം പ്രണയമുണ്ട്. പ്രണയം എന്ന് പറഞ്ഞാ അത് കുറഞ്ഞു പോകും തൃശു. നീയാണ് എന്റെ ലോകം. നീയാണ് എനിക്കെല്ലാം. നിന്നെ തിരികെ കിട്ടാൻ വേണ്ടി ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഒട്ടും ചെറുതല്ല തൃശൂൽ. ആ ദുഷ്ടൻ ത്രയംബകൻ എന്നെ 14 വർഷത്തെ ദിഗ്ബന്ധനത്തിൽ അടച്ചിട്ടു. അവിടെ നിന്ന് പുറത്തു വന്നതിന് ശേഷം എനിക്ക് ഓരോരോ തടസ്സങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കറിയാം ശിവാനി, ഇതുപോലെ തന്നെ എന്തുമാത്രം പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നു. വിവാഹത്തിന്റെ സമയത്ത് കുറച്ചു ദിവസം എന്നെ ഇവിടെ നിന്ന് കാണാതായിരുന്നില്ലേ? അപ്പൊ ഞാൻ എവിടെയായിരുന്നു എന്ന് അറിയാം നിനക്ക്? ഒരു പാമ്പ് നിന്റെ രൂപത്തിൽ വന്ന് എന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു.
അതാരാണെന്ന് എനിക്ക് മനസ്സിലായതേയില്ല. അവള് മായാങ്കനായിരുന്നു. നാഗലോകത്തിലെ എന്റെ പഴയ ശത്രുവാണ് അവള്.